എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. അപ്പോ ഇന്ന് നമ്മുടെ മോർണിംഗ് സർക്കിളിലേക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മോർണിംഗ് സർക്കിളിനെ ഒരിക്കൽ കുടുകുടാ ചിരിപ്പിച്ച നമ്മളുടെ പ്രിയങ്കരനായ ജാഹിർ മുഹമ്മദ് സാറാണ്. അദ്ദേഹം സൈക്കോളജി കൗൺസിലർ, ട്രെയിനർ, പ്രൊഫഷണലൈ മോട്ടിവേറ്റർ എന്നീ മേഖലകളിൽ പ്രസിദ്ധിയാർജിച്ച ആളാണ്. അദ്ദേഹത്തെ നമുക്ക് മോർണിംഗ് സർക്കിളിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. വെൽക്കം ജാഹിർ മുഹമ്മദ് സാർ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നല്ലേ, സുഖമായിരിക്കുന്നല്ലേ? അതെ അതെ, താങ്ക് യു. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. പലർക്കും അറിയായിരിക്കും. എൻ്റെ പേര് ജാഹിർ മുഹമ്മദ്. കാസർഗോഡാണ് സ്വദേശം. സൈക്കോളജിക്കൽ കൗൺസിലർ ആൻഡ് ട്രെയിനർ ആയിട്ട് ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ നിലവിൽ വർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മോർണിംഗ് സർക്കിളിന്റെ ഒരു ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞാൻ ഏകദേശം നമ്മുടെ ഇപ്പോൾ നിലവിൽ 22 ആളുകളുണ്ട്. നമ്മൾ 5:30 എന്ന് പറയുന്ന ഇപ്പൊ 5:40 സമയം മാറ്റിയിട്ടുണ്ട്, താൽക്കാലികമാണ്. എന്തായാലും 5:30 തന്നെ തിരിച്ചു വരും. സോ നമ്മളെ എല്ലാ സമയത്തും സ്ഥിരം മുഖങ്ങളായിട്ട് ആണ് ഇതിനകത്ത് 5:30 വരുന്നത്. ഞാൻ നിങ്ങളൊക്കെ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമുക്ക് ഇന്ന് ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടന്നു, ഇന്ന് രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഉറക്കം കിട്ടി, ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല, നല്ല എന്താ പറയാ, ഒരു പീസ്ഫുൾ ആയിട്ട് നല്ല കാം ആൻഡ് കൂളായിട്ട് നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റി എന്ന് എത്ര പേർക്ക് പറയാം? ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യോ. എത്ര പേർക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്? അല്ലെങ്കിൽ മൈക്ക് എടുത്ത് പറയാം. കാരണം ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു വരദാനാണ്, അല്ലെ? ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ച് മാത്രം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ 22 പേര് എടുക്കുമ്പോൾ അതിൽ 22 പേര് നന്നായിട്ട് ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല. ഇനി 22 പേര് ഉറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഉറക്കം പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം, തലേ ദിവസം നടന്ന ഒരു ചെറിയൊരു കാര്യം പെട്ടെന്നായിരിക്കും നമുക്കത് ഓർമ്മയിലേക്ക് വരാം. അല്ലെങ്കിൽ ഒരു സ്വപ്നം നമ്മളെ വല്ലാതെ അലട്ടിയിട്ട് നമ്മൾ ഉറക്കിലേക്ക് എത്തിയിട്ടുണ്ടാവും. നല്ല രീതിയിൽ ഉറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു സ്വപ്നം നമ്മളെ വല്ലാതെ അങ്ങ് പ്രയാസപ്പെടുത്തി, പിന്നെ ആ ഉറക്കം നമുക്ക് നശിക്കുന്നതാണ്. ഇന്നലെ ഉറങ്ങാൻ പറ്റിയ, പക്ഷെ എല്ലാ ദിവസവും പറ്റാറില്ല സജന മാം. ഓക്കെ, എല്ലാ ദിവസവും നന്നായിട്ട് ഉറങ്ങാൻ പറ്റട്ടെ എന്ന് ആശംസിക്കാൻ. ഓക്കെ, നമ്മുടെ ടോപ്പിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ABCD ആണ്. നമ്മളെ ഗ്രൂപ്പിലേക്ക് ABCD എന്ന ടോപ്പിക് ഇട്ട സമയത്ത് ABCD പഠിപ്പിക്കാനാണോ, A ഫോർ ആപ്പിൾ, B ഫോർ ബോയ് അതാണോ? ശരിക്കും ABCD തന്നെയാണ് പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ ABCD, നിനക്കൊരു ABCD അറിയില്ല അതിനെ കുറിച്ചിട്ട്, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, നിനക്ക് അതിനെക്കുറിച്ച് ഒരു ABCD അറിയില്ല, വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വെറുതെ അവിടെ പോയിട്ട് കാര്യമില്ല, നിനക്ക് എന്ത് ABCD അറിയാം? അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ABCD ആണ്. ABCD ഓഫ് ഹാപ്പിനെസ്, അഥവാ നമ്മൾ ലൈഫിൽ കൊണ്ടുപോകേണ്ട ജസ്റ്റ് ഒരു 4 കാര്യങ്ങൾ മാത്രം. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലൊരു 4 കാര്യം, ABCD. ഈ 4 കാര്യങ്ങൾ നമ്മൾ ലൈഫ് ലോങ് എപ്പോഴും നമ്മൾ കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അതിലൊന്ന് എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ആണ്. നമ്മൾ ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യുക. അഥവാ നമുക്കറിയാം, നമ്മുടെ നിയന്ത്രണത്തിലല്ല ജീവിതം ഒരിക്കലും പോകുന്നത്. നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ നിയന്ത്രണത്തിലായി ജീവിക്കണം എന്നുള്ളത്. അഥവാ ഞാൻ ആഗ്രഹിക്കുന്ന വരുമാനം, ഞാൻ ആഗ്രഹിക്കുന്ന ജോലി, അല്ലെ? മുമ്പൊരു തമാശ രൂപത്തിൽ പറയാറുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടി, ഒരു ബാഗ് നിറയെ പണം, കൂടെ മുഴുവൻ സഞ്ചരിക്കാൻ വേണ്ടി യാത്രക്കാര് അഥവാ തോഴിമാര് എന്നുള്ള രൂപത്തിലൊക്കെ. പിന്നീടാണ് ദൈവം അത് അറിഞ്ഞ് എന്റെ പ്രാർത്ഥന കേട്ട് എന്നെ ഒരു ബസ് കണ്ടക്ടറാക്കി മാറ്റി എന്നുള്ളത്. കാരണം ശരിയാണല്ലോ, ഒരു ബാഗ് എടുക്കുന്നു, ബാഗിൽ നിറയെ പണമുണ്ട്, കൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തോഴിമാരുണ്ട്, അവർക്കിടയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള രൂപത്തിൽ. അപ്പം ജീവിതം ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, എന്താണ് എന്ത് സംഭവിച്ചാലും ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ചിലപ്പോൾ നമ്മൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ കോളേജുകളിലാണെങ്കിലും നമ്മുടെ സ്ഥാപനത്തിലാണെങ്കിലും ചിലപ്പോൾ ഒരു പ്രസന്റേഷൻ തന്നിട്ടുണ്ടാവും. ഇപ്പൊ അൻസാർ സാറിന് ഒരു പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി തന്നു. പ്രസന്റേഷൻ നല്ല രീതിയിൽ നാളത്തെ മോർണിംഗ് സർക്കിളിൽ 275 ഇന്നായി 276ന്റെ മൊത്തം ഒരു പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അദ്ദേഹം ഒക്കെ പ്രിപ്പയർ ആയിട്ട് വന്നു. അങ്ങനെ പ്രസന്റേഷൻ ചെയ്തു, നല്ല രീതിയിൽ പ്രസന്റേഷൻ ചെയ്തു. പക്ഷെ ഇടയ്ക്ക് വെച്ച് എന്തോ സംഭവിച്ചു, എല്ലാവരും വളരെ മോശമായിട്ട് പറഞ്ഞു. അപ്പം സ്വയം കുറ്റപ്പെടുത്തുക, അല്ലെ? അല്ലെങ്കിലും അങ്ങനെ തന്നെ, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ എന്നുള്ളത്. സലീം കുമാർ പറയുന്ന ആ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് സ്വയം കുറ്റപ്പെടുത്തുക. പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്, ചില തോൽവികളിൽ നമ്മൾ സ്വയം കുറ്റപ്പെടുത്തും. അല്ലെങ്കിലും എനിക്ക് ദൈവം അത് വിധിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ദൈവം യൂണിവേഴ്സ് അത് വിധിച്ചിട്ടില്ല. ഞാൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. എന്റെ കൂടെ പഠിച്ചവര്, അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവര്, എന്റെ കൊളീഗ്സ്, എന്റെ ഫാമിലി, അവരൊക്കെ എന്ത് തൊട്ടാലും പൊന്നാക്കും. ഞാൻ എന്ത് തൊട്ടാലും എന്റെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ലൈഫ് ഒരിക്കലും പോകുന്നത്. അങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിലാണ് ലൈഫ് പോകുന്നതെങ്കിൽ ഇന്ന് ഈ കാണുന്ന രൂപത്തിലായിരിക്കൂല ഞാനും നിങ്ങളും, അല്ലെ? ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പോർഷെ ലൈഫാണ് ആഗ്രഹിക്കുന്നത്. അഥവാ എനിക്ക് ബ്രാൻഡഡ് കോസ്റ്റ്യൂമുകൾ വേണം, വാച്ചുകൾ വേണം, അങ്ങനെ എവ്രിതിങ്, വണ്ടികൾ വേണം, ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ മറ്റൊരു ഭാഗത്ത് ദൈവം ക്രിയേറ്റ് ചെയ്യുന്നതോ ഞാൻ ആഗ്രഹിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. എല്ലാ രീതിയിലും നമ്മൾ പരിശ്രമിക്കുക. അതിന് ആക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ വരുന്ന ഇനി എന്ത് ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും, ശരിക്കും ആത്മഹത്യകൾ, ന്യൂജൻ കുട്ടികളിൽ ആത്മഹത്യകൾ കൂടുന്ന സമയത്ത് അതിന്റെ പഠനം നടത്തിയതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് തോൽവി അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് തോൽവി വരുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ 2 ജനറേഷൻ എടുക്കുന്ന സമയത്തും വ്യത്യാസമുണ്ട്. പഴയ ജനറേഷനിൽ ഇനി എങ്ങനെയാണെങ്കിലും അതിന് മുന്നോട്ട് കടക്കാൻ വേണ്ടിയിട്ട്, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരൊരു മാർഗം കണ്ടെത്തും എന്നുള്ളതാണ്. നേരെ മറിച്ച് ന്യൂ ജനറേഷനിൽ അവർക്കത് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അതെങ്ങനെ സഹിക്കുമെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്കും മറ്റും പോകുന്നു എന്നുള്ളതാണ് പുതിയ പഠനം. സോ നമ്മുടെ ഫസ്റ്റ് എ എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. എന്തിനേയും നമ്മൾ സ്വീകരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമ്മർദ്ദം കുറക്കും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, എനിക്കത് വന്നു പോയല്ലോ, എൻ്റെ അടുത്ത് തെറ്റുപറ്റിപ്പോയല്ലോ, എനിക്ക് മാത്രം ഒന്നും നേടാൻ പറ്റുന്നില്ലല്ലോ. ഇത് നമ്മുടെ ഉറക്കിനെ പോലും ഡിസ്റ്റർബ് ചെയ്യും എന്നുള്ളതാണ്. മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ പോലും നമ്മൾ പലപ്പോഴും ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും, അല്ലെ? കാരണം എനിക്കറിയാം, നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞു, ഇന്നലെ റിസൾട്ട് വന്നു. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചർച്ച എന്താണെന്ന് അറിയോ? എന്നാലും ഞാൻ ഇത്രയും എഴുതിയിട്ട് 2 മാർക്ക് എവിടെ പോയി? ഇപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലം മാറി, എന്നിട്ടും ആ 2 മാർക്കിന്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ ഇനി എന്ത് പറയും, ഞാൻ കുത്തിയിരുന്ന് പഠിച്ചതാണ്, ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള രൂപത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ബൗണ്ടറീസ് ആണ്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ സ്വന്തം ലൈഫിൽ ഒരു ബൗണ്ടറീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സന്തോഷങ്ങളെ, സ്വന്തം സമയത്തെ നമ്മൾ പലപ്പോഴും അടിച്ചമർത്തുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്കിതിൽ ഏറ്റവും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് പ്രവാസികളാണ്. കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ഉണ്ട് എന്നുള്ളതാണ് നാട്ടിലുള്ളവരുടെ ഏറ്റവും വലിയൊരു ഒരു ഹോപ്പ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ലൈഫ് റിലേറ്റ് ചെയ്ത് പറയാണ്, എൻ്റെ നാട് റിലേറ്റ് ചെയ്ത് പറയാണ്. നമ്മുടെ നാടുകളിലാണെങ്കിലും എന്ത് പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മൾ ആദ്യം ഇനി എന്ത് ബഡ്ജറ്റ് ഇട്ടാലും ഫസ്റ്റ് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, അത് പ്രശ്നമില്ല, നമ്മളെ ഗൾഫിൽ കമ്മിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഗൾഫിലെ ആളുകൾ ഉണ്ടല്ലോ, അവർക്ക് ജസ്റ്റ് ഒരു ലെറ്റർ കൊടുത്താൽ മതി, അല്ലെ? നാട്ടിലുള്ള ആളുകളും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ടൊവിനോ തോമസിന്റെ ഒരു ഫിലിം ഡയലോഗ് ഉണ്ട്, ഒരു മദാമയോട് പറയാണ്, ഇവൻ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, അപ്പൊ ഇംഗ്ലീഷ് ബുക്ക് ജസ്റ്റ് ഒരു ഡിക്ഷണറി, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് ആ സിനിമ ഏതാണെന്നൊന്നും ഓർമ്മയില്ല, ഒരു ഡിക്ഷണറി വാങ്ങിച്ചിട്ട് ഇവൻ പറയുന്നുണ്ട്, ഇൻ എവറി ഹോം ഇൻ കേരള എവറി ഹോം വൺ വാത്സല്യം മമ്മൂട്ടി, ഇൻ മൈ ഹോം ഐ വാത്സല്യം മമ്മൂട്ടി. കാരണം എന്റെ കുടുംബത്തിന്റെ മൊത്തം ഉത്തരവാദിത്തം ഞാൻ മാത്രമാണ് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് എന്റെ ഹാപ്പിനെസ് ഇല്ല, ഞാൻ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെന്ന്. അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നുണ്ട്, അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയണം, നമ്മൾ
അത് നമ്മളൊരു ഇന്റൻഷൻ ആയിട്ട് എടുക്കണം. നാളെ എന്റെ ഒരു പ്രായം കഴിഞ്ഞാൽ ഞാൻ പറയൂല ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടി ജീവിച്ചിട്ട് എന്റെ സന്തോഷങ്ങൾ ഞാൻ ഇല്ലാതാക്കി, ഞാൻ ജീവിക്കാൻ മറന്നുപോയി, ഞാൻ നല്ലൊരു ഷർട്ട് ധരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു സാധാ മൊബൈൽ ഫോണാണ്. കാരണം ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്. നാളെ ചാരികസേലയിൽ ഇരുന്നിട്ട് ഈ ഒരു സംസാരം പലപ്പോഴും നമ്മൾ പ്രായമുള്ളവർ സംസാരിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത്, അല്ലെ? ഈ സമയത്ത് ഞാനൊരു കഥ ഓർക്കുന്നത്, ഒരു മകന്റെ അടുത്ത് പ്രായമുള്ള ഒരു അച്ഛനും മകനും ഒന്നിച്ച് സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോ അച്ഛൻ ചോദിക്കുകയാണ്, അതെന്താണ് ആ കാണുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് മകൻ പറയുന്നത്, അതൊരു കാക്കയാണ് അച്ഛാണ്. രണ്ടാമത് വീണ്ടും അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോൻ അതെന്താണ്? രണ്ടാമത് ചോദിച്ചപ്പോ മകൻ കുറച്ചും കൂടി പറയാണ്, അച്ഛൻ അതൊരു കാക്കയാണ്. മൂന്നാമത് അച്ഛൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, മോൻ അതെന്താണെന്ന്. വളരെ റൂഡായിട്ട് മകൻ പറയാം, അച്ഛൻ അതൊരു കാക്കയാണ്, ഞാൻ 3 വട്ടം പറഞ്ഞില്ലേ, ഇനി ഞാൻ പറയൂല കേട്ടോ, ഇതൊരു കാക്കയാണ്. അങ്ങനെ ആ വിഷയം അവിടെ കഴിഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് മകൻ തന്റെ അച്ഛന്റെ റൂമിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് അച്ഛന്റെ ഒരു പഴയ ഡയറി കാണാൻ ഇടയായത്. ആ ഡയറിയിൽ അച്ഛൻ എഴുതിയിട്ടുള്ള കുറെ ഭാഗങ്ങൾ വായിച്ചപ്പോൾ ഒരു പോർഷൻ ഉണ്ട്, ഇന്ന് എന്റെ മകൻ സംസാരിക്കാൻ തുടങ്ങി. അവനിന്ന് ഞങ്ങൾ ഒന്നിച്ച് പുറത്തിരിക്കുമ്പോ കാക്കയെ ചൂണ്ടിക്കാണിച്ച് 1000 തവണ അവൻ എന്നോട് ചോദിച്ചു, അച്ഛാ അതെന്താണെന്ന്. അവനങ്ങനെ ഓരോ തവണ ചോദിക്കുമ്പോഴും അത് കാക്കയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്ന്. ഇതിനകത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു വ്യത്യാസവും കൂടിയുണ്ട്. കാരണം മക്കളെ അച്ഛൻ അത്രയും പൊന്നുപോലെ നോക്കും, നേരെ തിരിച്ചു വരുന്ന സമയത്ത് നോക്കാൻ സമയമില്ല എന്നുള്ള പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അവിടെ അച്ഛൻ എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത് പരാതി പറയാണ് എന്നുള്ളത്. കാരണം ഞാൻ ചെറുപ്പത്തിൽ 1000 വട്ടം കാക്ക കാക്ക എന്ന് പറഞ്ഞു, ഇവനൊരു 3 വട്ടം കാക്കയെ പറഞ്ഞു തന്നപ്പോ തന്നെ 3-മത്തെ വട്ടം ഇവന്റെ സ്വഭാവം തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളത്. സോ നാളെ ചാരുകസേരയിൽ ഇരുന്നിട്ട് നമ്മൾ പരാതി പറയില്ലെങ്കിൽ നമുക്ക് ബൗണ്ടറീസ് തകർക്കാം, എല്ലാം നമുക്ക് ചെയ്യാം. നമ്മുടെ ലൈഫിന്, നമ്മുടെ ജീവിതത്തിലെ ഒരു ബൗണ്ടറീസ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ വെക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ സമയം അപഹരിക്കുന്നവര്. പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും, പെട്ടെന്ന് തന്നെ ചില ആളുകൾ വിളിക്കും. എന്നിട്ട് ഞാൻ ചിലപ്പോൾ എന്റെ ഫാമിലി ആയിട്ട് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും വിളിക്കുന്നത്. എന്തേലും അർജന്റ് ഉണ്ടോ, തിരക്കിലാണോ? സ്വാഭാവികമായിട്ടും എനിക്ക് നോ പറയാൻ അറിയില്ല. അപ്പൊ ഞാൻ പറയും, തിരക്കില് ആണോ എന്ന് ചോദിച്ചാ തിരക്കിലൊന്നല്ല, പറഞ്ഞോ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വന്നാലോ. അപ്പൊ എനിക്ക് പറയണം എന്നുണ്ട്, ഞാന് നോ എന്ന് പറയണം. കാരണം എനിക്ക് പുറത്തു പോകാൻ ഇപ്പൊ സമയമില്ല, കാരണം എനിക്ക് എന്റെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ടൈമാണ്. അല്ലെങ്കിൽ ഞാനൊരു മൂവി കാണുകയാണ്, അത് എന്റെ ഡോപ്പമിൻ, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം തരുന്ന ഒന്നാണ് ആ മൂവി കാണുക എന്നുള്ളത്. ഞാൻ അതിനു വേണ്ടി തയ്യാറായി പോപ്കോൺ ഒക്കെ സെറ്റ് ചെയ്ത് ഞാൻ എന്റെ ടാബ് ഒക്കെ ഓൺ ആക്കി, അല്ലെങ്കിൽ എന്റെ സിസ്റ്റം, TV, എനിവൺ ഞാൻ ഓൺ ആക്കിയിട്ട് ഞാൻ ഇരിക്കുന്ന ടൈമാണ്. ശരിക്കും നോ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്ത് പറയാണ്, ഓക്കെ പോവാം. ശരിക്കും എന്റെ സമയം ഞാൻ കൊടുക്കുകയാണ്, അല്ലെ? എന്റെ സമയത്തെ അപഹരിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലെങ്കിലും സമയം നമ്മുടെ നിയന്ത്രണത്തിലാണ്, ഇമോഷൻസ് നമ്മുടെ നിയന്ത്രണത്തിലാണ്. നമ്മൾ പറയാ എനിക്കത് പറ്റൂല, ഇപ്പൊ എനിക്ക് എന്റെ ഫാമിലി ആയിട്ടുള്ള ക്വാളിറ്റി ടൈമാണ്. കാരണം നമ്മളെ ലൈഫിലേക്ക് ഇടിച്ചു കയറുന്നവരെ നമ്മൾ ഒരു ബൗണ്ടറീസ് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. നാളെ അതിന്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല, അതിന് ആരാണെങ്കിലും. നമ്മളൊരു ബൗണ്ടറീസ് വെക്കുക, ഒരു ഒരു പ്രൈവസി എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമുക്ക് ഒരു ഗ്യാപ്പ് എപ്പോഴും നമ്മൾ വെക്കുക, ഒരു ബൗണ്ടറി വെക്കുക. ആ ബൗണ്ടറി ഇല്ലെങ്കിൽ നാളെ നമ്മളെ കരിമ്പ് ജ്യൂസ് കണ്ടിട്ടുണ്ടാവും. കരിമ്പ് ജ്യൂസ് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? അതിന്റെ മേക്കിംഗ് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ശരിക്കും ഇപ്പം മെഷീനൊക്കെ അപ്ഡേറ്റ് ആയി, നമ്മൾ അതിനെ കാണാറ് ജസ്റ്റ് അതിന്റെ ജ്യൂസ് മാത്രമേ കാണാറുള്ളൂ. എന്നാൽ റോഡ് സൈഡിലുള്ള കരിമ്പ് ജ്യൂസിന്റെ മെഷീൻ കണ്ടവരുണ്ടോ? നല്ല സുന്ദര കുട്ടപ്പനായ കരിമ്പ്, നല്ല വെളുത്തു തുടുത്ത കരിമ്പിനെ എടുത്തിട്ട് നേരെ കരിമ്പ് മെഷീനിലോട്ട് ഇടുന്നു. ആ കരിമ്പ് മെഷീൻ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങുന്നു. അവസാനം ജ്യൂസ് മൊത്തം വേറെ ആൾ കുടിക്കുന്നു. കരിമ്പാണെങ്കിൽ ഉണങ്ങി മെലിഞ്ഞ് ഒട്ടി ഒരു പരുവത്തിനും കൊള്ളാതെ ഒരു സൈഡിലോട്ട് മാറ്റിയിടുന്നു, അല്ലെ?
അതുപോലെ നമ്മളെ ഊറ്റി കുടിച്ച് അവസാനം ഞാൻ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോ എന്റെ കൂടെ നടന്നോ വിജയിച്ച് അങ്ങ് ഏതെങ്കിലും ഒരു ലെവലിൽ എത്തിയാലും ഞാൻ ഇന്നും എന്റെ ആ ഒരു ലോ ലെവലിൽ തന്നെയായിരിക്കും ഞാൻ ഇന്നും നിൽക്കുന്നത് എന്നുള്ളതാണ്. സോ ബൗണ്ടറീസ് കൃത്യമായിട്ട് വെക്കുക. അത് എവിടെ വെക്കണം, എങ്ങനെ വെക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല സൂസൻ മാം ഇന്ന കാര്യങ്ങളിൽ ബൗണ്ടറീസ് വെക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം സൂസൻ മാമിനെ മാത്രമാണ് അറിയുന്നത് ഞാൻ ഏതൊക്കെ കാര്യങ്ങളിൽ ബൗണ്ടറീസ് വെക്കണം, എന്നെ എങ്ങനെയൊക്കെ അപഹരിക്കുന്നുണ്ട്, എന്റെ സമയത്ത് ആരൊക്കെ അപഹരിക്കുന്നുണ്ട്. നമ്മൾ നോ പറയാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. തേർഡ് വൺ കൺട്രോൾ ആണ്. ഞാൻ പറഞ്ഞു നമ്മുടെ തീരുമാനങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ സമയത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ 7 മണിക്ക് വീട്ടിൽ കയറുന്നവരായിരിക്കാം. ഈ 7 മണിക്ക് പ്രത്യേകിച്ച് ജെൻസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. 7 മണിക്ക് വീട്ടിൽ കയറാൻ വേണ്ടി പറ്റും. പക്ഷെ 7 മണിക്ക് വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ക്ലബിൽ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് 7 മണിക്ക് ഞാൻ വീട്ടിലേക്ക് വന്നാൽ കൂടെയുള്ളവർ ചിലപ്പോൾ പറയും, ആ നിന്റെ പൊണ്ടാട്ടി വിളിക്കുന്നുണ്ടാവൂലേ, അതുകൊണ്ടായിരിക്കും 7 മണിക്ക് പോകുന്നല്ലേ. അല്ലെങ്കിൽ പറയും നിന്റെ അമ്മ വിളിക്കുന്നുണ്ടാവും അല്ലേ. അല്ല, വിളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു സത്യം. 7 മണി കഴിഞ്ഞാൽ അപ്പം വിളിക്കും, അത് വേറൊരു സത്യം. അപ്പോ അൻസാർ സാർ അങ്ങനെയല്ലേ? അൻസാർ സാറിനൊക്കെ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകാൻ സാഹചര്യവും സാധ്യതയും ഉണ്ടായിട്ടും നമുക്ക് പോയി കഴിഞ്ഞാൽ അതൊരു മോശമാവോ എന്ന് കരുതി നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാണ്. എങ്ങനെ? ആ 10 മണി വരെ അവിടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ എനിക്ക് ആ 7 മണി എന്നുള്ളത് എനിക്ക് കൺട്രോൾ ചെയ്തിട്ട് ആ സമയത്ത് എനിക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. 7 മണിക്ക് ഞാൻ പോകുന്നു, തീരുമാനിക്കാൻ വേണ്ടി പറ്റും. ചില തീരുമാനങ്ങൾ നമ്മൾ ആലോചിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ അച്ഛനോട് അമ്മയോട് ചിലപ്പോൾ ചില സംസാരങ്ങൾ നമ്മൾ പൊട്ടിത്തെറിച്ച് സംസാരിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ സംസാരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്നുള്ള അവർ ചോദിച്ചു ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷനിലായിരിക്കും, കോളേജിലെ ടെൻഷൻ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ ടെൻഷൻ, എന്തെങ്കിലും ആയിക്കോട്ടെ. പെട്ടെന്ന് നമ്മൾ അച്ഛനോ അമ്മയോ എന്തെങ്കിലും പറഞ്ഞപ്പോ നമ്മളൊരു പൊട്ടിത്തെറിച്ചൊന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു ഉള്ളിലൊരു വിങ്ങലുണ്ടാവും. പക്ഷേ ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നു അല്ലേ. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്റെ അച്ഛനോട് ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മയോട് അങ്ങനെ പറയണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആ മുഖത്തേക്ക്, അച്ഛന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴൊരു ഫീല് വരും. കാരണം തന്റെ മകള് തന്റെ മകൻ എന്നോട് ചൂടായി എന്നുള്ള ഒരു ഫീലിങ്സും ഇല്ലാതെ ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും, ഒരു കുറ്റബോധം നമുക്ക് ഉണ്ടാവാറുണ്ട്. എനിക്ക് എന്റെ അധ്യാപകൻ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട്, ആരെന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും മറുപടി പറയുന്നതിന് മുമ്പൊന്ന് മൗനമായിരിക്കുക. സുഖാണോ എന്ന് ചോദിച്ചാലല്ല കേട്ടോ. ഇനി നാളെ മുതൽ എല്ലാവരും സുഖാണോ എന്ന് ചോദിക്കും. ഒരു മിനിറ്റ്, ഇങ്ങനെ 5 മിനിറ്റ് സുഖാണ്. അപ്പൊ ഓപ്പോസിറ്റ് ആ അപ്പൊ എന്തോ തകരാറുണ്ട് ഉറപ്പാണ്. അതല്ല കേട്ടോ. മറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനങ്ങൾ ചോദിച്ചാ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ ഇങ്ങനെ, നീ എന്താ ഇങ്ങനെ, ചിലപ്പോ നമ്മളെ മുടിവെട്ടിനെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. വാട്ട് എവർ, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്ക് കംഫർട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇട്ടത് അല്ലെ. എനിക്ക് ഈ ഒരു ഡ്രസ്സാണ് ഇഷ്ടം, എനിക്ക് ഈ ഒരു ടീഷർട്ടാണ് ഇഷ്ടം. അപ്പൊ സ്വാഭാവികമായിട്ടും നീ എന്ത് ടീഷർട്ടാണ് ഇട്ടത്, ഒരു മെനയായിട്ടില്ലല്ലോ. അപ്പൊ തന്നെ തിരിച്ച് അത് നീയാണോ എനിക്ക് ചെലവിനിരുന്നത്, അത് നിങ്ങളാണോ എനിക്ക് ചെലവിനിരുന്നത്, എന്റെ കുടുംബത്തിലില്ലാത്ത എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ആവുക. മ്യൂട്ടാക്കി നമ്മൾ ജസ്റ്റ് ചോദിച്ചു നോക്കിയേ, അത് രസമില്ല അല്ലെ. ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോ എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് രസമല്ല. അപ്പൊ എന്റെ കണ്ണാടി നിങ്ങളെ കണ്ണു തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. പക്ഷെ എന്റെ കണ്ണാടി എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത്. പിന്നെ ജീവിതത്തിൽ അയാൾ നിങ്ങളോട് അഭിപ്രായം പറയൂല. നേരെ മറിച്ച് നിങ്ങൾ എത്രത്തോളം പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നു അത് എന്റെ ഇഷ്ടമാണ്, ഞാൻ അങ്ങനെയാണ്. നേരെ മറിച്ച് എന്താക്കും, അപ്പുറം പോയിട്ട് പറയും, ആ ലിഫ്ന ഇട്ട ഡ്രസ്സ് കണ്ടുകണോ, ഞാനിട്ട് അവളോട് പറഞ്ഞപ്പോഴേ ഓള് പൊട്ടിത്തെറിക്കാണ്, അല്ലെങ്കിൽ ഓൾ അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പൊ അതുപോലെ നമ്മുടെ തീരുമാനങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരുന്നുണ്ട്. ഒരു പട്ടാളക്കാരൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരുന്നുണ്ട്. പലപ്പോഴും പലരും കേട്ടിട്ടുണ്ടാവും, എനിക്ക് ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അങ്ങനെ പട്ടാളക്കാരൻ നാട്ടിലേക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി വരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു, അദ്ദേഹം തിരിച്ച് ലീവിന് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് തന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ് എന്ന്. അങ്ങനെ ഭാര്യ പ്രസവിച്ചു, കുട്ടികൾക്ക് 2 വയസ്സായി. അങ്ങനെ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പ്രസവത്തിൽ തന്നെ 2 മക്കൾ ട്വിൻസ് ആയിരുന്നു. ഭാര്യ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഭർത്താവ് 2 വർഷം കഴിഞ്ഞ് ലീവിന് വരികയാണ് തന്റെ അമ്മയുടെ അടുത്തേക്ക്. അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അമ്മ മകനോട് പറയാണ്, ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ നീ നിന്റെ മക്കളെ കൂടെ കൊണ്ടുപോകണം,
എനിക്ക് നോക്കാൻ പ്രയാസമുണ്ട്, എനിക്ക് പ്രായമായതാണ്, നിന്റെ മക്കളെ കൂടെ കൊണ്ടുപോകണമെന്ന് ആ മനുഷ്യനോട് പറയാണ്. അതൊരു കുട്ടിക്ക് അസഹനീയമായ പനിയുണ്ട്. അങ്ങനെ അച്ഛൻ നിർബന്ധവശാൽ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയായി. തന്റെ മക്കളെ രണ്ടുപേരെയും കൂട്ടി ട്രെയിനിൽ യാത്ര ചെയ്യാണ്. രണ്ടുപേരും നല്ല ഉറക്കാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ നല്ല പനിയുണ്ടായിരുന്ന ആ കുട്ടി മരണപ്പെടുകയാണ്. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ട്രെയിനിൽ ടിക്കറ്റ് ചെക്കർ വന്നു. അങ്ങനെ അദ്ദേഹം ചോദിക്കുകയാണ്, എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്, അസഹനീയമായ പനിയായിരുന്നു. ആ സമയത്ത് ആ രാജ്യത്തൊരു നിയമം ഉണ്ടായിരുന്നു, മരണപ്പെട്ട ഭൗതിക ശരീരവുമായിട്ട് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര പോകാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ആ മനുഷ്യനോട് പറയാണ്, നിങ്ങൾക്കൊരു പോംവഴിയുണ്ട്, ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഒരു പുഴയുടെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത് യാത്ര, നിങ്ങൾ ആ കുട്ടിയെ എടുത്ത് പുഴയിലേക്ക് ഇടുക എന്നുള്ളത്. അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. തന്റെ എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ആ മനുഷ്യൻ തന്റെ കുട്ടിയെടുത്ത് പുഴയുടെ മുകളിലൂടെ യാത്ര തുടങ്ങാൻ പോകുന്ന ട്രെയിനിന്റെ വാതിലിനരികിൽ നിന്നിട്ട് തന്റെ കുട്ടിയെടുത്ത് പുഴയിലേക്ക് എറിയാണ്. അങ്ങനെ 2 മിനിറ്റ് അദ്ദേഹം അവിടെ നിന്നിട്ട് തന്റെ ഉള്ളിലുള്ള എല്ലാ സങ്കടങ്ങളും ഒതുക്കിക്കൊണ്ട്, എല്ലാ പ്രയാസങ്ങളും ഒതുക്കിക്കൊണ്ട്, നഷ്ടപ്പെട്ടു പോയ ആ ഒരു മകന്റെ മുഴുവൻ സ്നേഹവും ലാളനയും പരിഗണനയും മറ്റേ മകന് നൽകണമെന്ന ആ ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹം തന്റെ മറ്റേ മകന്റെ അടുത്ത് വന്നിട്ട് ആ മകനെ കൈയോട് ചേർത്ത് എടുക്കുമ്പോൾ ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ആ മകനെ തോളിലേക്ക് ചാച്ചിട്ടപ്പോഴാണ് ആ കുട്ടി ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു വീഴുന്നത്. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത്, പെട്ടെന്നുള്ള ആവേശത്തിൽ ആ പറഞ്ഞ ഒരു ധൃതിയിൽ വെള്ളത്തിലേക്ക് എറിഞ്ഞപ്പോ, ഉറങ്ങിക്കിടക്കുന്ന ഒരു മകനെടുത്ത് എറിഞ്ഞപ്പോ ട്വിൻസ് ആയത് കാരണം മരിച്ച കുട്ടിയല്ല അദ്ദേഹം എറിഞ്ഞത്, തന്റെ ഉറങ്ങിക്കിടക്കുന്ന ആ കുട്ടിയാണ് അദ്ദേഹം എറിഞ്ഞത് എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ തീരുമാനം ഒരു കഥാകൃത്ത് തന്റെ റൂമിലിരുന്ന് എഴുതിയ ഒരു കഥയാണ്. പക്ഷെ ഇപ്പോഴും ആ കഥ കേൾക്കുമ്പോൾ മനസ്സിനകത്തൊരു വല്ലാത്തൊരു വേദന ഉണ്ടാക്കാറുണ്ട്. കാരണം തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. സഡൻ നമ്മൾ എടുക്കുന്ന ഏത് തീരുമാനത്തിനും വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ കൺട്രോള്, സി തേർഡ് വൺ, കൺട്രോൾ. നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ഏത് തീരുമാനങ്ങളാണെങ്കിലും നമ്മുടെ ലൈഫിനെ മോശം വരുന്ന രൂപത്തിലാവരുത്. നമ്മൾ ആലോചിക്കുക, എന്ത് തീരുമാനം എടുക്കണം. ഒരാളോട് മറുപടി പറയുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയണം നമ്മൾ ആലോചിക്കുക. നമ്മുടെ സമയത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മൾ സ്ഥിരം 5:30 എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ആ 5:30 തന്നെ നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരാളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം അത് അൺവാണ്ടഡ് ടൈം ആയിരിക്കാം. വെറുതെ സൊറ പറഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ ഒരു 5 മണിക്ക് നമ്മൾ വീട്ടിൽ കയറുന്ന സമയം വെറുതെ ഇരുന്ന് വീണ്ടും 2-3 മണിക്കൂർ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ആ സമയത്തെ കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഫോർത്ത് വൺ, ഡയറക്ഷൻ ആണ്. നമ്മൾ ലക്ഷ്യത്തോടു കൂടി യാത്ര ചെയ്യുക. നമ്മളെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു കപ്പലിന്റെ കപ്പിത്താൻ പറയാണ്, ഞാൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കപ്പിത്താനാണ്. ഞാൻ ഭയങ്കര ഒരു എന്താ പറയാ, എനിക്ക് 10-20 വർഷം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കടലിൽ. എനിക്കറിയാം, ഞാനിപ്പോ UK-യിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, എനിക്ക് മാപ്പിന്റെ ആവശ്യമില്ല, എനിക്കറിയാം വഴി എങ്ങനെയാണെന്ന്. ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് UK-യിലേക്ക് ഈ കപ്പൽ ഓടിച്ച് ചെല്ലേണ്ടത് എന്ന് എനിക്ക് അറിയാമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ അയാൾ കപ്പലെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു അപകടം കൂടാതെ അയാൾ UK-യിലേക്ക് എത്തില്ല. കാരണം എന്താണ്? മാപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് മറ്റു ചാനലുകളിലൂടെ വരുന്ന കപ്പലുകൾ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അയാൾക്ക് എതിരെ വരുന്ന കപ്പൽ അറിയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് GPS സൗകര്യം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അയാൾക്ക് എതിരെ വരുന്ന കപ്പലുകളെ ഭേദിച്ചു പോകാൻ വേണ്ടി പറ്റുള്ളൂ. കടൽ എത്രമാത്രം റൂഡാകുന്നുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് GPS ഉണ്ടാവണം. ആ GPS അയാൾ മനസ്സിലാക്കാണ്, കടൽ റൂഡായി തുടങ്ങുകയാണ്, ഇനി എന്റെ സ്വഭാവം മാറ്റം വരുത്തണം, എന്റെ സ്പീഡിനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം, എന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഇനി പറയാണ്, അടുത്തൊരു പോർട്ട് ഉണ്ട്, ആ പോർട്ടിൽ സീ പോർട്ടിലാണ് നമ്മൾ ഇന്ന ഭാഗത്താണ് നമ്മൾ പാർക്ക് ചെയ്യേണ്ടത്, മറ്റേ ഭാഗത്തൊരു വണ്ടി ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. അഥവാ നമ്മുടെ ലൈഫ് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഒരു ഇമോഷൻസ് ഉണ്ട്. അപ്പൊ അടുത്തൊരു ഇമോഷൻസിനെ അവിടെ തന്നെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നീ പൊട്ടിത്തെറിക്കും. നീ ലൈഫിൽ എന്താവുന്ന ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കാൻ, അപ്പൊ അതിന് സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡിറക്ഷൻ, ഓക്കെ എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. കാരണം അതിന് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു 2 നില വീട് കയറ്റാനിരിക്കുന്ന ഒരാള്, അയാൾ 1 നില വീട് കഴിഞ്ഞു, അയാൾക്ക് ഭയങ്കര ആഗ്രഹമാണ് 2 നില വീട് വെക്കണം എന്നുള്ളത്. അതിനുവേണ്ടി അയാൾ ഇനി ലോൺ എടുക്കണം എന്ന് തീരുമാനിക്കുകയാണ്.
അയാൾ നേരെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സ്വാഭാവികമായിട്ട് അവിടുന്ന് പറയാണ് പേപ്പേഴ്സ് പോരാ, 2 പേപ്പർ കൂടി അഡീഷണൽ വേണമെന്ന് പറഞ്ഞ് അയാൾ വീണ്ടും പേപ്പർ വേണ്ടി പോവാണ്. അങ്ങനെ കയറി ഇറങ്ങുമ്പോഴും അയാളുടെ മനസ്സിലൊരു ഒരു വല്ലാത്തൊരു ദേഷ്യം അയാൾ പ്രകടിപ്പിക്കുന്നുണ്ടാവും. അയാൾ വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ടാവും, ആ മാനേജർ അയാളൊന്ന് മാറിയെങ്കിൽ, അയാളൊന്നും ഇല്ലാതായെങ്കിൽ, അങ്ങനെ ഇങ്ങനെ മതിയായി എനിക്ക് നടന്നിട്ട് എന്ന് പറഞ്ഞാലും മറ്റൊരു ഭാഗത്ത് അയാൾക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് 2 നില വീട് ഉണ്ടാക്കണം എന്നുള്ളത്. ആ ലക്ഷ്യം ഉണ്ടായത് കൊണ്ട് തന്നെ നാളെ രാവിലെ അയാൾ പറഞ്ഞ മറ്റേ പേപ്പർ കൂടി സെറ്റ് ചെയ്തിട്ട് വീണ്ടും ബാങ്ക് തുറക്കുന്നതിന് 5 മിനിറ്റ് മുന്നെങ്കിലും നമ്മൾ പോയിരിക്കും. കാരണം എന്താ? എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് 2 നില വീട് പണിയണം എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്കൊരു ജോലി വേണം എന്നുള്ളത്. ഇന്റർവ്യൂവിന് പോയിട്ട് ഇന്റർവ്യൂ മൊത്തം പോയിട്ട് ഒരു ഇന്റർവ്യൂ പോലും വിളിക്കുന്നില്ല, തിരിച്ച് വിളിക്കാമെന്ന് പറയുന്നല്ലാതെ വിളിക്കുന്നില്ല. നമ്മൾ പറയും മതിയായി എനിക്ക്, എന്തിന്? കുറെ ആൾക്കാർ കോട്ടും ടൈയിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും, എക്സ്പീരിയൻസ് ചോദിക്കും. ജോലി തന്നാലല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ, പിന്നെന്തോ ഒലക്കാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. മതിയായി എനിക്ക്, ഞാൻ ഇനി കൂലിപ്പണി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നാളെ വീണ്ടും തന്റെ മെയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ തന്റെ ഡൗൺലോഡ്സിൽ കിടക്കുന്ന ആ CV ഒന്നുകൂടെ കോപ്പി എടുത്തിട്ട് വീണ്ടും നമ്മൾ ഡ്രസ്സപ്പ് ചെയ്തിട്ട് പോവുകയാണ്. കാരണം എന്താണ്? നമുക്കൊരു ഡയറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. കാരണം നമ്മൾ അതിനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അഥവാ ഒരു ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കപ്പൽ പോകുന്ന പോലെ പോകും, എതിരെ വരുന്ന ചാനലുകളിൽ വരുന്ന കപ്പലുകളിൽ ഇടിക്കും, പരിക്കുകൾ സംഭവിക്കും. ആ പരിക്കുകളെ എങ്ങനെ മാറ്റി പോകണം നമുക്കറിയില്ല. ഒരു രീതിയിലുള്ള ഒരു അറിവും നമുക്കില്ലാതെ നമ്മൾ യാത്ര പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. സോ സിമ്പിൾ ആയിട്ടാണ് ഞാൻ 4 കാര്യങ്ങളെയും പറഞ്ഞത്. 1 അക്സെപ്റ്റൻസ്, B ബൗണ്ടറീസ്, C കൺട്രോൾ, D ഡയറക്ഷൻ. സോ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും മുറുകെ പിടിക്കുക. ഇന്നലെ ABCD കണ്ടപ്പോ എന്നോട് കുറെ ആൾ ചോദിച്ചു ഇതിനി ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ എനിക്ക് ഓർമ്മ വന്നത്, നമ്മളൊരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മെയിൻ ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, നമ്മുടെ അടുത്ത് പ്ലാൻ A ഉണ്ട്, വർക്കാകുന്നില്ലെങ്കിൽ പ്ലാൻ B ഉണ്ട്, വർക്കാകുന്ന പ്ലാൻ C ഉണ്ട്, K വരെ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു സന്തോഷമായി, ഭയങ്കര സന്തോഷം. പ്രോഗ്രാം ഒക്കെ അടിപൊളിയായി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചോദിച്ചു, എന്നാൽ ഈ K വരെയുള്ള പ്ലാൻ എന്താന്ന് ചോദിച്ചപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത്, K എന്ന് പറയുന്നത് കണ്ണിമ്മ എന്നുള്ളതാണ്. ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ പ്ലാൻ മാറ്റി B എടുക്കുന്നത്. അത് വർക്കൗട്ട് ആണെങ്കിലും C എടുക്കും. അപ്പൊ K എന്നുള്ള പ്ലാൻ എന്ന് പറയുന്നത് കണ്ണിമ്മ എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ കണ്ണിമ്മ. അത് മറ്റൊരു രീതിയിൽ, നല്ല രീതിയിൽ സംഭവിക്കാനായിരിക്കും എനിക്കിത് തരാതിരുന്നത്. എന്റെ ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് എനിക്കിത് പ്രൊവൈഡ് ചെയ്യാതിരുന്നത് ഇത് എനിക്ക് എന്തോ നല്ലതല്ല, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ചത് എനിക്ക് നൽകാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. ലൈഫ് അടിപൊളിയായിട്ട് പോവാ. ഓക്കെ, താങ്ക് യു. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? Thank you. Good morning. Very good മോർണിംഗ് message. Yes. അക്സെപ്റ്റൻസും ബൗണ്ടറീസും കൺട്രോളും ഡയറക്ഷനും ഒക്കെ നമുക്ക് ജീവിതത്തിൽ വളരെ ആവശ്യമാണെന്നുള്ളത് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. അങ്ങനെയാണെങ്കിലാണ് ജീവിതം മനോഹരമാക്കാനും നല്ല രീതിയിൽ നമ്മുടെ ഈ ലോകത്തിലെ പർപ്പസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഈ ലോകത്തിൽ നിന്ന് പോകാനും പറ്റുന്നതാണ്. സോ വെരി ഗുഡ് മെസ്സേജ്. രാവിലെ ഇങ്ങനത്തെ മെസ്സേജ് ഒക്കെ കേൾക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് സിമ്പിളാണ്, വളരെ ABCD ഓർക്കാനും എളുപ്പമാണല്ലോ ABCD. അപ്പം അതെ അതെ. അങ്ങനെ അതാ. സോ അങ്ങനെ നല്ലൊരു മെസ്സേജ് തന്നു. സോ എല്ലാവർക്കും അങ്ങനെ ABCD ഉപയോഗിക്കാൻ പറ്റട്ടെ. താങ്ക് യു വെരി മച്ച്. കൺഗ്രാജുലേഷൻസ്. ഓക്കെ മാം, താങ്ക് യു. സർ ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, രവി സർ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സാർ. സാറിനെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നല്ല ക്ലാസ് ആയിരിക്കുമെന്ന്. അതിലും ഗംഭീരമായി, പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അടിപൊളിയായി. സൂസൻ മാം പറഞ്ഞ പോലെ മെസ്സേജ് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. ഞാൻ തന്നെയാണ് ചോദിച്ചത് ABCD എന്താന്നുള്ളത്. എന്തായാലും അത് ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. താങ്ക് യു സർ. താങ്ക് യു. Hello sir. First of all, thank you so much for your wonderful session. അടിപൊളിയായിട്ടുണ്ട്. സൂസൻ മാം പറഞ്ഞതുപോലെ നമ്മൾക്ക് രാവിലെ മീൻസ്
മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സോളിലോട്ട് നമ്മുടെ സോളിനെ പോലും അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരുന്നു. അടിപൊളി പവർഫുൾ ആൻഡ് അപ്ലിഫ്റ്റിംഗ് ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ താങ്ക് യു. ആക്ച്വലി സെക്കൻഡ് ഹാഫ് മുതലാണ് കയറിയത്. പക്ഷെ ഭയങ്കര എന്താ പറയാ, നമ്മളെ തന്നെ ഈച്ച് ആൻഡ് എവറി വേർഡ് ക്യാരിഡ് ക്ലാരിറ്റി ആൻഡ് എൻകറേജ്മെന്റ് ചെയ്യണം. അത്രയും പവർഫുൾ ആൻഡ് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളതായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ലിസ്ന മാം. ടൈം നമ്മൾ മാറ്റിയത് കൊണ്ട് ഏകദേശം 6:20 ആയി. അപ്പൊ ഇനി നമുക്ക് ബാക്കിയൊക്കെ ഗ്രൂപ്പിൽ കാണാല്ലേ. എല്ലാരും വർക്കിനൊക്കെ കയറുന്ന ടൈമാണ്, കിച്ചണിൽ കയറണം. എനിവേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ. യെസ്, ആർക്കും ഒന്നും അതെ, പറയാനില്ലെന്ന് തോന്നുന്നു നമുക്ക് തൽക്കാലം. ഫൈൻഡപ്പ് ചെയ്യാം സാർ. ഓക്കെ ഓക്കെ. എല്ലാവരും ഫീഡ്ബാക്കുകളും എല്ലാവരും ഗ്രൂപ്പിൽ അറിയിക്കാം, ഗ്രൂപ്പിൽ വിശദമായിട്ട് അറിയിക്കാം എല്ലാവരും ഫീഡ്ബാക്കുകളൊക്കെ. അതെ. താങ്ക് യു. എനിവേ So, താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഓക്കെ, ബൈ. thank you once again. Good day to Thank you. everyone.